നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വലിച്ചെറിയുന്ന ചിരട്ടയ്ക്ക് വിപണിയിൽ തീവില. ഇത് അടുക്കളയിലെ കറുത്ത പൊന്ന്. കേരളത്തിലെ ഏതൊരു അടുക്കളയിലും സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ് ചിരട്ട. തേങ്ങയുടച്ച് പീര ചിരണ്ടിയെടുത്താൽ പിന്നെ ആ ചിരട്ടയുടെ സ്ഥാനം ഒന്നുകിൽ അടുപ്പിലെ വിറകിനിടയിലാണ്, അല്ലെങ്കിൽ പറമ്പിൽ എവിടെയെങ്കിലും അവഗണിക്കപ്പെട്ട് കിടക്കും. എന്നാൽ കാലം മാറി, കഥയും മാറി. പ്ലാസ്റ്റിക്കിനെയും കടലാസിനെയും കടത്തിവെട്ടി വിപണി കീഴടക്കുകയാണ് നമ്മുടെ സ്വന്തം ചിരട്ട. ജലശുദ്ധീകരണം മുതൽ വൻകിട വ്യവസായങ്ങൾ വരെ നീളുന്ന ചിരട്ടയുടെ പുതിയ വിപണി സാധ്യതകളെക്കുറിച്ചും അതിലൂടെ കൈവന്ന വൻ വിലക്കയറ്റത്തെക്കുറിച്ചും ഒരന്വേഷണം. തലവര മാറിയ ചിരട്ട വിപണി. വെറും 2 വർഷം മുൻപത്തെ കാര്യമോർത്താൽ മലയാളികൾക്ക് അത്ഭുതം തോന്നും. അന്ന് ആരെങ്കിലും വന്ന് ചിരട്ട ചോദിച്ചാൽ നമ്മൾ സൗജന്യമായി എടുത്തു കൊടുക്കുമായിരുന്നു. പരമാവധി പോയാൽ കിലോയ്ക്ക് 10 മുതൽ 15 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് സ്ഥിതി തികച്ചും വ്യത്യസ്തം. പഴയ പ്ലാസ്റ്റിക്കും ഇരുമ്പും കടലാസും അന്വേഷിച്ച് വരുന്ന പാഴ്വസ്തു ശേഖരണക്കാർ ഇപ്പോൾ വീട്ടിലെത്തിയാൽ ആദ്യം ചോദിക്കുന്നത് ചേച്ചി ചിരട്ട കൊടുക്കാനുണ്ടോ എന്നാണ്. ഒറ്റയടിക്ക് വിപണിയിൽ ചിരട്ടയുടെ വില 3 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. പച്ചത്തേങ്ങയുടെ വില ഇടിച്ചു താഴുമ്പോഴും ചിരട്ടയുടെ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. നിലവിൽ 1 കിലോ ചിരട്ടയ്ക്ക് വിപണിയിൽ 32 രൂപ മുതൽ 35 രൂപ വരെയും മൊത്ത കച്ചവടക്കാർ നൽകുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിലെ ചെറുകിട കച്ചവടക്കാരിൽ നിന്നും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും വൻകിട മൊത്ത കച്ചവടക്കാരാണ് പ്രധാനമായും ഈ ചിരട്ടകൾ വൻതോതിൽ ശേഖരിച്ച് അതിർത്തി കടത്തിക്കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് ചിരട്ടയ്ക്ക് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിച്ചത്? നമുക്കിത് വെറും ഒരു അടുപ്പ് കത്തിക്കാനുള്ള വസ്തു മാത്രമാണെങ്കിലും വ്യവസായ ലോകത്ത് ചിരട്ട ഇന്ന് കറുത്ത സ്വർണമാണ്. ആഗോളതലത്തിൽ തന്നെ പ്രകൃതിദത്തവും പരിസ്ഥിതി സൗഹൃദവുമായ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതോടെയാണ് ചിരട്ടയുടെ വിപണി മൂല്യം ഉയർന്നത്. ചിരട്ടയ്ക്ക് ഇത്രയും ഡിമാൻഡ് വരാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണം. ചിരട്ടയുടെ ഏറ്റവും വലിയ വ്യവസായ സാധ്യത കിടക്കുന്നത് ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണത്തിലാണ്. ചിരട്ട പ്രത്യേക താപനിലയിൽ കടഞ്ഞെടുക്കുന്ന ഈ കാർബണിന് രാജ്യാന്തര വിപണിയിൽ വൻ വിലയാണുള്ളത്. രണ്ടാമത്തെ കാരണം ജലശുദ്ധീകരണം. ലോകമെമ്പാടും കുടിവെള്ള ശുദ്ധീകരണ ഫിൽട്ടറുകളിൽ വലിയ തോതിൽ ചിരട്ടക്കരി ഉപയോഗിക്കുന്നുണ്ട്. ജലത്തിലെ വിഷാംശങ്ങളും ദുർഗന്ധങ്ങളും ആഗിരണം ചെയ്യാനുള്ള ഇതിൻ്റെ ശേഷി അതിശയകരമാണ്. വലിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ മുതൽ വീട്ടിലെ ചെറിയ ഫിൽട്ടറുകളിൽ വരെ ഇതിന് ആവശ്യക്കാരുണ്ട്. ചിരട്ടയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാനുള്ള മൂന്നാമത്തെ കാരണം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. സൗന്ദര്യ സംരക്ഷണ രംഗത്തിന്ന് ചാർക്കോൾ ഫേസ് വാഷ്, ഫേസ് പാക്കുകൾ, ടൂത്ത് പേസ്റ്റുകൾ എന്നിവ വളരെ ജനപ്രിയമാണ്. ഇതിനായി ഉപയോഗിക്കുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള പ്രകൃതിദത്ത ചാർക്കോൾ നിർമ്മിക്കുന്നത് ചിരട്ടയിൽ നിന്നാണ്. നാലാമത്തത് ഇതര വ്യവസായങ്ങൾ. കൊതുകുതിരി നിർമ്മാണം, പ്ലൈവുഡ് വ്യവസായത്തിൽ പശ ചേർക്കുന്നതിനുള്ള ഫില്ലറുകൾ, വിദേശ രാജ്യങ്ങളിൽ വലിയ വിപണിയിലുള്ള ഹുക്ക, കൽക്കരി എന്നിവയ്ക്കെല്ലാം അസംസ്കൃത വസ്തുവായി കേരളത്തിൽ നിന്നുള്ള കട്ടിയുള്ള ഗുണനിലവാരമുള്ള ചിരട്ടകൾക്ക് വൻ ആവശ്യക്കാരാണുള്ളത്. പെയിൻറ് നിർമ്മാണ മേഖലയിലും ചിരട്ടപ്പൊടി ഒരു ഘടകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ചിരട്ടയ്ക്ക് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം. ഇനി വീട്ടിൽ ചിരട്ടയുണ്ടെങ്കിൽ വെറുതെ എടുത്ത് കളയരുത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഉപയോഗത്തിനായാലും നമുക്ക് നമ്മുടെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനായാലും അതല്ലെങ്കിൽ തേപ്പൂട്ടിയിലായാലും നമുക്ക് തന്നെ വീട്ടിൽ തന്നെ വളരെയേറെ ഉപയോഗമുള്ളതാണ് ഈ ചിരട്ട. നല്ല വില കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായിട്ട് ഉപയോഗിക്കാനാണ്. അല്ലെങ്കിൽ തന്നെ അടുപ്പ് കത്തിക്കാനായിട്ട് ചിരട്ട വളരെ നല്ലതാണ്. അപ്പോൾ കൂടുതൽ സമയം കത്തി നിൽക്കും, നല്ല ചൂടും കാണും. ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.